പെരുമ്പാവൂർ കോടതിയിൽ വിപുലമായ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. അഭിഭാഷകരും ജീവനക്കാരും ആഘോഷത്തിൽ പങ്കുചേർന്നു. വന്ദേ മാതരം ആലപിച്ചുകൊണ്ട് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം സുപ്രജോത്സ പുളകിതയാമിനി കുസുമിത ദ്രുമദള ശോഭിനി സുഹാസിനി സുമധുര ഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം. കോടതി കോംപ്ലക്സിൽ നടന്ന ചടങ്ങിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി ആൻഡോ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് ദേശീയ ഗാനം ആലപിച്ചു. യോഗത്തിൽ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ ജഡ്ജ് സ്മിത ജോർജ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഇന്നത്തെ ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഇത് നേടിത്തന്ന ഓരോ മഹത് വ്യക്തിയും നമ്മൾ ഇന്ന് ഓർക്കുന്നുണ്ട്. അവരെ ഓർക്കുമ്പോൾ അവർ നേടിത്തന്ന സ്വാതന്ത്ര്യം അത് നമ്മൾ ഓരോരുത്തരിലൂടെയാണ് അത് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമുക്ക് ഈ സ്വത്തുക്കളും മറ്റും അവകാശമായി ലഭിക്കുന്നത് പോലെ ഒരിക്കലും സ്വാതന്ത്ര്യം ഇൻഹെറിറ്റ് ചെയ്യുന്നതല്ല. നമ്മൾ ഓരോരുത്തരിലൂടെ അത് പോകണം. കാരണം ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ സ്വതന്ത്രമായി ചിന്തിക്കാൻ, അവൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ, അനീതിക്കെതിരെ പോരാടാൻ എല്ലാത്തിനും ഉള്ളൊരു സ്വാതന്ത്ര്യമാണ്. അത് നമ്മൾ ഓരോരുത്തരിലൂടെ ആ സ്വാതന്ത്ര്യം നിലനിർത്തട്ടെ. ഒരു കോടതിയിലെ ആഘോഷം എന്നുള്ള നിലയിൽ പറയാനുള്ള ഒരു കാര്യം, ഇവിടെ നീതിയുടെ വാതിൽ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ കോടതിയിലെത്തുന്ന ഓരോരുത്തരും, അതായത് ഓരോ കേസ് കൈകാര്യം ചെയ്യുമ്പോഴും അതിൽ ഒരു മനുഷ്യ ജീവിതമുണ്ട്, പല പ്രതീക്ഷകളുണ്ട്, അതിലേറെ വേദനകളുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു വിധി ലഭിക്കുക എന്നത് മാത്രമാണ് എന്ന് തോന്നിയില്ല. അതിലുപരി കേൾക്കാനുള്ള ഒരു, അതായത് ആരും കേൾക്കാനില്ല എന്നുള്ളൊരവസ്ഥയാണ് ഇന്നത്തെ ഈ ലോകത്ത് കാണുന്നത്. അപ്പോൾ തങ്ങളെ കേൾക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഓരോ ഫയൽ വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് എം ജി ശ്രീകുമാർ മുഖ്യ സന്ദേശം നൽകി. കോടതി ക്ലർക്ക് അസോസിയേഷനെയും സ്റ്റാഫ് അസോസിയേഷനെയും പ്രതിനിധീകരിച്ച് കെ സി അശോകൻ, സുധീഷ് ശിവൻ എന്നിവർ ആശംസകൾ നേർന്നു. അസോസിയേഷൻ ഭാരവാഹികളും അഭിഭാഷകരും കോടതി ജീവനക്കാരും ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് സിബി എബ്രഹാം നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.